അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വെണ്ടക്കൊണ്ട് നല്ലൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഇതാ: തക്കാളി, പച്ചമുളക്, ഉള്ളി, വല്യുള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഉള്ളി ചെറുതായിട്ട് നൈസാക്കിയിട്ടും വെച്ചിട്ടുണ്ട്. വെണ്ടക്ക, തൈര്, പിന്നെ അതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ആദ്യം നമുക്ക് വെണ്ടക്കയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഇതാ കോൺഫ്ലവർ ആണ്, അതൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അര സ്പൂണ് മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ച് വെക്കാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. കളറൊന്നും മാറിപ്പോകരുത്, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ എങ്ങനെ ആയാലും നമുക്ക് ഇതിൽ നിന്ന് അങ്ങോട്ട് കോരാം. പിന്നെ ഞാൻ എണ്ണയിലേക്ക് തന്നെ വെണ്ടക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്കും ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. വെണ്ടക്കൻ്റെ കളറ് മാറിപ്പോകരുത്, പച്ച കളറായിട്ട് നമുക്ക് കിട്ടണം. ഇനി ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കായപ്പൊടിയാണ്. പിന്നെ നമ്മൾ കനം കുറച്ചിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ തക്കാളി, പച്ചമുളക്. ഇപ്പോൾ തക്കാളി, പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ആ തക്കാളി നല്ലോണം ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് തൈരാണ്. അപ്പോൾ പുളിയില്ലാത്ത തൈര് തന്നെ ഒഴിച്ചു കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കണം. ഇപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് തന്നെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെണ്ടക്ക ഇട്ട് കൊടുക്കാം.
ഇനി നേരത്തെ നമ്മൾ വഴറ്റിയെടുത്തിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ വെണ്ടക്ക സ്പെഷ്യൽ ഇവിടെ ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്നും ചെയ്തോളിയും. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം.